ഇന്ന് നമ്മൾ ആലുവ അമ്പലത്തിൽ പോവാണ് കേട്ടോ. ഇതേ പോകുമ്പോൾ ഞാൻ ഈ ഒരു മുതലിനെ കണ്ട കേട്ടോ. എൻ്റെ അമ്മേ കണ്ടപാടെ ഞാൻ അങ്ങ് വീഡിയോ എടുത്ത് ഡോട്ട് ചലഞ്ചർ എൻ്റെ ഫേവറേറ്റ്, എൻ്റെ ഫേവറേറ്റ് എന്നല്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. കണ്ടപ്പോൾ ഞാൻ ആ മുതലിനെ അങ്ങ് എടുത്ത് വീഡിയോ. പിന്നെ അത് നമ്മൾ അമ്പലത്തിലെത്തിയപ്പം ഞാനിതൊരു ഫുൾ വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ ജസ്റ്റ് തൊഴുത് വരാം അങ്ങനെ വിചാരിച്ചത്. പക്ഷെ അവിടെ ശിവരാത്രിയുടെ ആ ഒരു ഭാഗമായിട്ട് തന്നെ നല്ല രീതിക്ക് കച്ചവടങ്ങളും അതുപോലെ തന്നെ കാർണിവൽ പോലെ ഈ കുറേ യന്ത്രൂഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഭയങ്കര തിരക്കും, ഈ ഒരു ഉത്സവപ്പറമ്പ് തന്നെ. അപ്പോൾ ഞാൻ തൊഴുത് ഇറങ്ങിയപ്പോൾ അതേ നിറയെ കമ്മലിട്ടോ. എനിക്കാണെങ്കിൽ ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ പ്രാന്താണല്ലോ. എനിക്കിപ്പോൾ കാണാനേ ഇഷ്ടമുള്ളൂ. ഇതൊന്നും ഞാൻ ഇടില്ല കേട്ടോ, പക്ഷെ എന്നാലും വാങ്ങി വെക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ഇതിൽ കുറേ എണ്ണം നോക്കി. എനിക്ക് മാലയൊക്കെ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ എണ്ണം ഞാൻ നോക്കി. കാരണം ഞാൻ സരോജിനി പോയപ്പോൾ ഒരു 5-6 എണ്ണം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും വേണ്ടില്ല, ഞാൻ ഈ ഒരു വള പോലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് വാങ്ങിയിട്ടോ. ഇതിനെത്ര 120 രൂപയായിരുന്നു. പിന്നെ അവരോട് ബാർഗിൻ ചെയ്യാൻ നമുക്ക് തോന്നില്ല കേട്ടോ. കാരണം വെയിലത്തും അങ്ങനെയൊക്കെ ഇതുകൊണ്ട് ജയിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവരോടൊന്നും ബാർഗിൻ ചെയ്യാൻ തോന്നില്ല. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് ചെന്നപ്പോൾ നല്ല അടിപൊളി വിശാലമായിട്ടുള്ളൊരു സ്പേസ്, ഒരു ഗ്രൗണ്ട് മൊത്തം കച്ചവടങ്ങളാണ്. അപ്പോൾ ഞാനൊരു തലയ്ക്കുന്നേ തുടങ്ങി. അപ്പോൾ എന്താ പറയുക, ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ഈ മേക്കപ്പ് ഇടുന്ന ബോക്സ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു 5 തട്ടുള്ള ഒരു ബോക്സ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ ട്രേ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ ഒരുപാട് കടയിൽ കണ്ടിരുന്നു, പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിന് 200 രൂപ കേട്ടോ, 5 തട്ടുള്ള ഒരു ട്രേക്ക്. അപ്പോൾ ഞാൻ അത് വാങ്ങി. മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കും, ഇയറിങ്സ്, ചെയിൻസ് അതൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റി നല്ലൊരു ഓർഗനൈസർ. അങ്ങനെ അതൊക്കെ വാങ്ങി. അത് ഞാൻ കണ്ടപ്പോഴേ വാങ്ങി. എന്നിട്ട് നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ 30 രൂപയുടെയൊക്കെ ഷോപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് 30 രൂപയുടെ കുറേ സാധനങ്ങൾ വാങ്ങി. നമ്മൾ 30 രൂപയല്ലേന്ന് വിചാരിച്ച് ഒരു ട്രേ അങ്ങ് എടുത്ത് അതിലേക്ക് ഓരോന്ന് പറക്കിയിട്ടിട്ട് നോക്കുമ്പോൾ 500 രൂപയുടെ അടുത്ത് സാധനങ്ങൾ വാങ്ങി കൂട്ടിയിരിക്കുന്നു കേട്ടോ, 30 രൂപയുടെ തന്നെ. അങ്ങനെ പക്ഷെ നല്ല നല്ല സാധനങ്ങളായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ എന്താ പറയുക, ദാഹമുക്തിയും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വയറങ്ങ് ആകെ കൂടെ വീർത്തിരുന്നായിരുന്നു. പിന്നെ ഇതേ നല്ല ഭംഗിയില്ലായിരുന്നു. ഈ ഒരു യന്ത്രൂഞ്ഞാലൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. കയറണം എന്ന് എനിക്കൊരു ആഗ്രഹമൊന്നും തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കയറാതിരുന്നത്. കാരണം നമ്മൾ എന്താ പറയുക, ഇതൊന്നും ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല സത്യം പറഞ്ഞാൽ. ഇതിങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു ഇതേ ശരിക്കും പറഞ്ഞാൽ തള്ളവായി ഭയന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കുറേ നേരം ആസ്വദിച്ചു. പക്ഷേ എനിക്കൊരു കാര്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഗെയിംസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെന്നിട്ട് ഒരു ഫാമിലി ഗെയിം പറഞ്ഞിട്ടൊരു സ്റ്റാളുണ്ട്. അതിൽ നമ്മളിങ്ങനെ ബോൾസ് ഇട്ടിട്ട് അത് പ്ലസ് ചെയ്ത് 18 സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ പ്ലസ് ചെയ്ത് അതായത് നമ്മൾ ഓരോ കള്ളിയിലേക്ക് ഇട്ടിട്ട് കൂട്ടി അത് 18 വരികയാണെങ്കിൽ 18 തൊട്ടിട്ട് അങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ ഞാനത് ചെയ്തു. 50 രൂപയായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അത് ഫ്ലോപ്പായി. പിന്നെ ഞാൻ വീണ്ടും കുറേ വീഡിയോസൊക്കെ എടുത്ത്. എനിക്ക് ഇതിൻ്റെ വീഡിയോസ് ഏത് ആംഗിളിൽ എടുത്തിട്ട് മതി വരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വലിയ ഈ റൈഡിലൊന്നും കയറാൻ അധികം ആൾക്കാരില്ല കേട്ടോ. എന്നാലും ഇങ്ങനെ ഒരു 8-10 പേര് 12 പേര് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറേ എല്ലാവരും ഇങ്ങനെ ആസ്വദിക്കും, വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കുഞ്ഞു കുട്ടി എന്താ പറയുക, ഈ തീവണ്ടി പോലത്തെ ഒരു സംഭവത്തുണ്ടല്ലോ, ആ തീവണ്ടിയിൽ പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കുറേ നേരം വീഡിയോസ് എടുത്തു. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ലൊരു ഈവനിങ് ആയിരുന്നു. പക്ഷെ ഞാനുണ്ടല്ലോ എന്താ പറയുക, ലിക്വിഡ് ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ട്രെയിനിൽ പോകുന്നുണ്ടായിരുന്നു, അത് ഇവർ രണ്ടുപേരും കൂടെ ട്രെയിനിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അവിടെ നിന്ന് കുറച്ച് നേരമില്ല കുറച്ചധികം നേരം വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ മാത്രമായിരുന്നു ആ ഒരു റൈഡിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ എടുത്ത് ഞാൻ അവിടെ കുറേ നേരം നിന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, ഈ ഒരു ഊഞ്ഞാലുണ്ടല്ലോ, ഇതിലെനിക്ക് കയറണം എന്ന് ആഗ്രഹം തോന്നി. പക്ഷെ പിന്നെ
അതിനുള്ള ഒരു മൂടങ്ങ് പോയി കിട്ടി. കുറച്ച് നേരം നിന്നപ്പോഴേക്കും ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ മൂടങ്ങ് പോയിട്ടോ. അങ്ങനെ അതും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ അത്യാവശ്യം ആൾക്കാർ 2 സൈഡും ഉണ്ടായിരുന്നു. പിന്നെ നല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടുമല്ലോ, അതുകൊണ്ട്. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പുഴു പോലത്തെ സാധനമൊക്കെ ഇല്ല, അതിലൊക്കെ ഇങ്ങനെ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അമ്മമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട്. അതിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതാ ഈ ഒരു ഗെയിം സെക്ഷൻ്റെ അവിടേക്കൊക്കെ പോയത്. അവിടെ കണ്ടോ കുറേ ബലൂൺസ് ഇട്ടിട്ട്, ബോൾസ് ഇട്ടിട്ടുള്ള പൂളാണ് കേട്ടോ അത്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തില്ല, അത് കുഞ്ഞു കുട്ടികളായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗെയിമിൻ്റെ കാര്യം, അത് ഈ ഒരു ഗെയിമായിരുന്നു കേട്ടോ. ഞാൻ കളിച്ച അടപടലം പൊട്ടിപ്പോയി, എനിക്കൊന്നും കിട്ടിയില്ല. എൻ്റെ 50 രൂപ പോയത് മിച്ചം. അപ്പം ഞാൻ കളിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ പൊട്ടിപ്പോയി. ഞാനാണെങ്കിൽ എങ്ങനെ ഫോക്കസ് ചെയ്ത് ബോളിടുമ്പോഴും ആ ഒന്നിലേക്കേ വീഴുന്നല്ലോ. ഒന്ന് വിട്ടൊരു കളിയില്ല, ഒന്നിലേക്ക് മാത്രം. 5 ചാൻസോ 6 ചാൻസോട്ടേ ഉള്ളൂ. അത് ഫുള്ള് എങ്ങനെ നോക്കിയാലും ഒന്നിലേക്ക് മാത്രം. അങ്ങനെ ഞാനത് പൊട്ടി. ഞാൻ അവിടെ നിന്ന് ആ വിഷമത്തിൽ നടന്ന് വന്നപ്പോൾ ഈ ഒരു കിങ് കോങ്ങിനെ കണ്ടു. അപ്പം എൻ്റെ വിഷമം ഇച്ചിരി അങ്ങ് പോയിട്ടു. അപ്പോൾ അതിന് കുറച്ച് നേരം ഞാൻ വീഡിയോസ് എടുത്തു. കുറേ പേര് അതിൻ്റെ അടുത്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസൊന്നും എടുക്കാൻ തോന്നിയില്ല, വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു ഒരു കിങ് കോങ്ങിനെ കാണാൻ, അതിൻ്റെ മൂമെൻറ്റ്സൊക്കെ. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ. അപ്പം എനിക്ക് ഫസ്റ്റ് സമയത്തുണ്ടല്ലോ എനിക്കിത് റെഡി ആയിട്ട് പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷെ പിന്നെ അതിൻ്റെ നാക്ക് എനിക്ക് കിട്ടി. 1-2 എണ്ണം പാളിപ്പോയാലും ബാക്കി 3 എണ്ണം ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് കേട്ടോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ എൻ്റെ മുഖത്ത്. 2 എണ്ണം കൊണ്ട് ചടുപിടുന്ന തന്നെ ഞാൻ പൊട്ടിച്ചളഞ്ഞപ്പോൾ എനിക്കങ്ങ് നാക്കങ്ങ് കിട്ടി. പക്ഷെ ഞാൻ നാക്ക് കിട്ടി വന്നപ്പോഴേക്കും ആകെ 5 ചാൻസുള്ള ആ ചാൻസ് അങ്ങ് തീർന്നു. പിന്നെ അതിൽ ബലൂൺസൊക്കെ കുറവായി തുടങ്ങി കേട്ടോ. അതാണ് വരുന്നുണ്ടായത്. പിന്നെ എനിക്ക് ഒരു വട്ടം കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനാ 50 രൂപ കൊടുത്ത് വീണ്ടും കളിച്ച് തോൽക്കുന്നതെന്ന് വിചാരിച്ച്. എന്നാൽ എൻ്റെ ആഗ്രഹം സഫലമായി. പിന്നെ ഇത് ഗുണ കേവ് ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും കയറിയില്ല കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ക്യൂ നിൽക്കണം. അപ്പോൾ അത് നമ്മൾ കയറിയിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി നേരെ നമ്മൾ റൂമിലേക്ക് വരിക കേട്ടോ ചെയ്ത. അപ്പോൾ തന്നെ ഒരു ലോഡ് കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ, സീ യു.